السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدل ما في علم الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയേണ്ടതുമുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് എവിടെ പോയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ വൈരാഗ്യങ്ങളും അതുപോലെ എന്തൊക്കെയോ തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിനെല്ലാം നിമിത്തം എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നത്, അത് ധാർമ്മികമായിട്ടുള്ള ബോധമുള്ളവർക്ക് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ അവരിൽ നിന്നൊന്നും വരാൻ സാധ്യതയില്ല. അവർക്ക് അവിടെ ആക്രമിക്കാനോ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കാനോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഏർപ്പെടാനോ ധാർമ്മിക ബോധമുള്ളവനിക്ക് കഴിയില്ല. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള ബോധമുണ്ടായാൽ മാത്രമേ നമുക്ക് എവിടെയും വിജയമുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യനായി മാറണം. കാരണം അങ്ങനെയുള്ള നല്ലത് ഏതാണെന്നും ചീത്ത ഏതാണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ ധാർമ്മികമായിട്ടുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. അതില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ബോധമൊന്നുമില്ലെങ്കിൽ അവരിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അവരിവിടെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നു. ഈ അക്രമം എന്തിനാണ് ചെയ്യുന്നത്? ഇവിടെ ഒരാളെ കൊല ചെയ്യുന്നതും അതുപോലെ തോന്നിവാസം ചെയ്യുന്നതും അതുപോലെ എന്തൊക്കെയാ ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഓരോ നാടുകളിലും പല പ്രശ്നങ്ങളും പല പൈസ ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം മുട്ടുകൊണ്ട് ലോട്ടറി പോലത്തെ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടൊക്കെ. അങ്ങനെ ഒരുപാട് ആളുകളെ പൈസ മേടിക്കുക, 1 കോടി ഉറുപ്പിൻ്റെ സാധനം ഓരോരുത്തൻ്റെയും 1000 രൂപ വെച്ച് മേടിക്കുക, എന്നിട്ട് 5 കോടി ഉണ്ടാക്കുക, എന്നിട്ട് 1 കോടി ഇതാക്കുക, എന്തൊക്കെയോ പറഞ്ഞ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണിപ്പോൾ. അതെന്തുകൊണ്ടാണ്? ധാർമ്മികമായിട്ടുള്ള ബോധമില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ നല്ലത് കൽപ്പിക്കുന്നു ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന കാര്യത്തിലൂടെ പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദായത്തിൽ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം ഏറ്റവും വലിയ ഉത്തമമായ ഏറ്റവും വലിയ സമുദായമാണ്, ഉമ്മത്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ പറയുന്നുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമറൂന ബിൽ മഅറൂഫി വതൻഊന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ഈ പറയുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് നിങ്ങൾ ഈ സമുദായത്തെ ഏറ്റവും ഖൈറായ ഉമ്മത്ത്, ആ ഉമ്മത്തിൽ ജനങ്ങൾ വെച്ച് ഏറ്റവും ഖൈറായത് ആരാണെന്ന് അറിയുമോ? തഅമറൂന ബിൽ മഅറൂഫ്. മനുഷ്യ സമുദായത്തിൽ ഏറ്റവും ഉത്തമമായ സമുദായം ഏതാണ്? അവർ തഅമറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനാണ്, നല്ല പ്രവർത്തനം നടത്തുന്നവനാണ്. ഇപ്പോൾ ഒരുപാട് സംഘടനാ പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അവരൊക്കെ നടത്തുന്നത് തഅമറൂന ബിൽ മഅറൂഫ്. അതേത് സംഘടനയായാലും, സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയായാലും അത് നമുക്ക് വിരോധമില്ല. സംഘടന ഏതായിക്കോട്ടെ, സുന്നത്ത് ജമാഅത്തിലൂടെ വരുന്ന ഏത് സംഘടനയായാലും അവരിവിടെ തഅമറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുടിക്ക് നിരോധിക്കുന്നു, ചീത്ത പറയാൻ പാടില്ല, മാതാപിതാക്കളെ ആക്രമിക്കാൻ പാടില്ല, ഇവിടെ കലാപം സൃഷ്ടിക്കാൻ പാടില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് 5 നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക, നോമ്പ് നോക്കുക, നല്ല കാര്യം ചെയ്യുക. നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് ആഖിറത്തിലേക്ക് വേണ്ട എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ അതൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സമൂഹമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അതല്ലാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് ഒരു സമുദായം. അതുപോലെ തന്നെ ഹൗലൽ മുങ്കർ, മോശമായ വിരോധിക്കുന്ന കാര്യങ്ങളൊക്കെയും തെറ്റായതാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമുദായമാണ്. അവരാണ് ഏറ്റവും വലിയ ഖൈറായ ഉമ്മത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഖൈറായ സമൂഹം. തഅമറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആഖിറത്ത് ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ പറയുകയും തഅമറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, ചീത്തമാകുന്ന കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്ന കൂട്ട സമുദായമാണ്. അതുകൊണ്ട് ആ സംഘടനയാണ് ഇന്ന് നമ്മളിൽ ഉള്ളത്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൻ്റെ ഏത് പ്രവർത്തനത്തിലും അതൊക്കെ ധാർമ്മിക ബോധം ഇവിടെ പറഞ്ഞു കൊടുക്കാനാണ്. അപ്പോൾ എന്തിനാണ് അല്ലാഹു തആല ഏതൊരു വിശ്വാസിക്കും നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ അത് ധാർമ്മികമായിട്ടുള്ള ബോധമാണ്. ധാർമ്മിക ബോധം ഓരോ സത്യവിശ്വാസികൾക്കും ഉണ്ടാകണം. അതിനാണ് ഇന്നത്തെ വിഷയങ്ങളോട് പറഞ്ഞത്. അപ്പോൾ
അപ്പോൾ ധാർമ്മികമായിട്ടുള്ള ബോധമുള്ളവരാണ് സത്യവിശ്വാസി, അതില്ലാത്തവരാണ് മറ്റുള്ളവരൊക്കെയും. അതുകൊണ്ട് ധാർമ്മിക ബോധത്തോടെ ജീവിച്ച് മരിക്കണം. അതിനാണ് ഇവിടെ സംഘടനകൾ ഉണ്ടാക്കിയതും, അതിനാണ് നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവൃത്തി നടത്തുന്നതും. എല്ലാം ധാർമ്മികത്തിലൂടെ ഊന്നിക്കൊണ്ട് അതിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ എല്ലാ നിലക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, ഈ നിലക്ക് ജീവിക്കാനാണ്. അതിനാണ് ഇവിടെ ഏതൊരു മനുഷ്യരിലും വിശ്വാസിക്കും നിർബന്ധമായി ഉണ്ടാകേണ്ട ധാർമ്മികമായിട്ടുള്ള ബോധം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും മോശമായ കാര്യങ്ങൾ വിരോധിക്കാനും നല്ല കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അള്ളാഹു തആല ഈ മജ്ലിസ് അവന് പൊരുത്തപ്പെട്ട മശായിഖ് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.